വളരെ പെട്ടെന്ന് ഒരു ഗാർഡൻ ടൂർ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുതിനയിലയാണ് ഇരിക്കുന്നത്. ഇത്ര നാളും അത് അടുക്കളയ്ക്കകത്തായിരുന്നു. ഇപ്പോൾ വെളിയിൽ കൊണ്ട് വെച്ചത് അതിൻ്റെ വളർച്ച കാരണം. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ ഇവിടെ ഉണ്ട്. ഇത് ഞാനിതുപോലെ ഇത്രയും വലിയ ട്രീ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങ, കുറച്ച് ഗ്രീൻ ഹൗസിനകത്തുമുണ്ട്, കുറച്ച് വെളിയിലുമുണ്ട്. ഇത് നമ്മുടെ ബ്ലൂബെറിയാണ്. പിന്നെ കുറേ തക്കാളി ഇവിടെ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പിയറാണ്. അത് മാത്രം നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ, പിടിച്ചു വരുന്നുണ്ട്. മറ്റേ പ്ലമ്മിന് അത്രയും വളർച്ചയില്ല. ഇത് നമ്മുടെ പാനൽസ് വാങ്ങിച്ചിട്ട് അതിനകത്ത് നട്ടിരിക്കുവാണ്. നമ്മുടെ തക്കാളിയും പിന്നെ കുറച്ച് കുമ്പളങ്ങയും കുറച്ച് സ്ട്രോബെറിയുടെ വിത്തൊക്കെ. ഇതുണ്ട് എൻ്റെ ആദ്യത്തെ പൂവാണ്. ആദ്യത്തെ പൂവെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ എനിക്ക് ഇതുവരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ഇത് നമ്മുടെ പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകത്തിൻ്റെ ഇലയും അതിൻ്റെ പൂവാണ് ഈ കാണുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിൽ വളമൊക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ല പെട്ടെന്ന് വലതുമായി വന്നേനെ. നമ്മുടെ മുന്തിരിങ്ങയാണ്, നല്ല കറുത്ത മുന്തിരിങ്ങ. 1 മാസം മുമ്പ് വാങ്ങിച്ചേ ഉള്ളൂ, പക്ഷേ ഭയങ്കര നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിനിപ്പോൾ അതങ്ങോട്ട് ചെരിച്ച് വിടാതെ നേരെ വളർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം എല്ലാ ചെടികളുടെയും താഴെ ഞങ്ങൾ പച്ചക്കറികളൊന്നും കളയുന്നില്ല. പച്ചക്കറികളെല്ലാം നുറുക്കിയിട്ട് ഇതുപോലെ ഓരോ ചട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ ചെടിയുടെയും താഴത്ത് ആ ചട്ടി കൊണ്ട്, ചട്ടിയല്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ താഴെ കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിനകത്തുകൊണ്ട് വേസ്റ്റിൻ്റെ ഇതിടും, പച്ചക്കറി വേസ്റ്റ് ഇടും. അപ്പോൾ അതിൻ്റെ സ്ലറി ഇങ്ങനെ ഇറങ്ങി പൊക്കോളും. അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പിന്നെ ഇതെല്ലാം എൻ്റെ പച്ചക്കറികൾ തന്നെ. പിന്നെ ഇഷ്ടംപോലെ തക്കാളി നട്ടിട്ടുണ്ട്, അതുപോലെ കുമ്പളങ്ങ മുളച്ച് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ക്യാബേജ് ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് റാസ്ബെറിയാണ് പൊങ്ങി നിൽക്കുന്നത്. പിന്നെയും തക്കാളികൾ, ക്യാബേജ്, അങ്ങനെ പോകുന്നു.